വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മക്കൾക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ ഇളയ മോള് ഒരിക്കൽ ചോദിക്കുകയായിരുന്നു, അമ്മ എങ്ങനെയാണ് അമ്മയൊക്കെ 15, 16, 17 ഇയേഴ്സൊക്കെ കടന്നുപോയത്, എന്തൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ സല്യൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു മോള്. മോള് പറയും, എന്തൊരു അമ്മ എന്ത് ക്രഷ് വരുന്നു ഓരോരുത്തരെ കാണുമ്പോൾ, ഇതൊക്കെ അമ്മ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്. നോ, ദ വേ ഷി ആസ്ക്ഡ് ആൻഡ് ദ വേ ഷി റിലേറ്റ്സ് ടു മീ. മോള് മാത്രമല്ല ബാക്കി എല്ലാവരും. അപ്പം ഞാൻ മൂത്തവരോട് ചോദിക്കും, ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ, കാരണം ഇപ്പം അവൾ ലൈക്ക് 18 കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ മക്കളോട് ചോദിക്കുമായിരുന്നു 2-3 കൊല്ലം മുമ്പൊക്കെ മൂത്തവരോട്, ഈ ജനറേഷനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അമ്മ തന്നെ ഹാൻഡിൽ ചെയ്യണോ അതോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണോ, ഹൗ ഇസ് ഇറ്റ്. സോ അവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ മക്കളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് വി ഹാൻഡിൽ തിങ്സ്. അപ്പം അങ്ങനെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, മക്കളോട് ഞാനും ചേട്ടായും പറയാറുള്ള ഒരു കാര്യം ഇതാണ്, എന്ത് നിങ്ങൾ കുരുത്തക്കേട് കാണിച്ചാലും, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് പറയാം. പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടില്ല എന്നല്ല, വിഷമിക്കില്ല എന്നല്ല, ദേഷ്യപ്പെട്ടില്ല എന്നല്ല. നിങ്ങളുടെ കുരുത്തക്കേട് ചിലപ്പോൾ ഞങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ വളരെ വിഷമം വരുമായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും, ഞങ്ങൾ പൊട്ടി പോവുമായിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. വിഷമമൊക്കെ വരുമായിരിക്കും, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഉറപ്പ് ഞങ്ങൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും വന്ന് പറയാൻ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്കത് ഞങ്ങളോട് എടുക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ആൻഡ് വി ഗിവ് ആൻഡ് ടേക്ക് ദാറ്റ് ഫ്രീഡം. അങ്ങനെ ഒരു അവരുടേതായ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, മോൻ സെമിനാരി പോയിട്ട് അവിടുന്ന് എന്നെ വിളിച്ചു. അവനും അപ്പം മൈനർ സെമിനാരിയിലായിരുന്നു. അപ്പം അവിടുന്ന് അപ്പനോടും അമ്മയോടും ഒന്ന് വർത്തമാനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവൻ ഞങ്ങളെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, താങ്ക് യു അപ്പനമ്മ ഫോർ ഗിവിങ് മീ ദ ഫ്രീഡം. ഇന്നിപ്പോൾ സെമിനാരിയിൽ ഞാനായിരിക്കുമ്പോൾ മറ്റ് ബ്രദേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുക, എൻ്റെ ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി, ഇത് അപ്പനും അമ്മയും എനിക്ക് തന്ന ഫ്രീഡം കാരണമാണല്ലോ. ഐ ക്യാൻ ടേക്ക് ഡിസിഷൻസ്, എനിക്ക് ഡിസിഷൻ എടുക്കാം, എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്ന ഫ്രീഡമാണ്, ഞങ്ങൾ അങ്ങനെ വളർത്തിയതാണെന്ന്. എങ്കിൽ ശരിക്കും അപ്പനും അമ്മയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവനൊരിക്കൽ വിളിച്ചത് ഞാൻ ഓർക്കുവാണ്. അതുപോലെ തന്നെ മോളുടെ കല്യാണത്തിൻ്റെ സമയത്തും